രണ്ട് ഇസ്മുകൾക്കിടയിൽ അൽഹംദുലില്ലാ, രണ്ട് ഇസ്മുകൾക്കിടയിൽ അത്ഫിന്റെ ഹർഫ് വരും. ഒന്നാമത്തെ ഇസ്മിനെ പറയുന്നത് മഅ്തൂഫ് അലൈഹി എന്നും ഹർഫിന് ശേഷമുള്ളതിനെ മഅ്തൂഫ് എന്നുമാണ് പറയപ്പെടുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. ഒന്ന് ഹർഫിന്റെ അത്ഫ്, അത്ഫിന്റെ ഹർഫ് ഒന്ന്. അത്ഫിന്റെ ഹർഫിന് മുമ്പുള്ള ഇസ്മിനെ മഅ്തൂഫ് അലൈഹി എന്നും അത്ഫിന്റെ ഹർഫിന് ശേഷമുള്ളതിന് മഅ്തൂഫ് എന്നും പറയും. ഇത്രയേ ഉള്ളൂ. ഉദാഹരണം നോക്ക്, മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. മക്കത്തു എന്നത് മഅ്തൂഫ് അലൈഹി ആണ്. വാവ് അത്ഫ് ചെയ്യുന്ന ഹർഫാണ്. മദീനത്തു എന്നുള്ളത് മഅ്തൂഫ് അലൈഹി ആണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് ചോദ്യം വരുമ്പോ മക്കത്തു കൊടുത്തിട്ട് പിന്നെ മദീനയും കൊടുക്കും. നടുക്ക് നമ്മൾ അത്ഫിന്റെ ഹർഫായിരിക്കും ചിലപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുമ്പുള്ള ഇസ്മിന് എന്താണോ ഇഅ്റാബ് അത് തന്നെയായിരിക്കും ശേഷം വരുന്ന ഇസ്മിനും ഇഅ്റാബ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മക്കത്തു എന്നത് മക്കത്തു എന്ന് പറയുന്ന പോലെ തന്നെ വൽ മദീനത്തു എന്ന് പറയണം. വൽ മദീനത്തി എന്നോ വൽ മദീനത്ത എന്നോ പറയാൻ കഴിയില്ല. വൽ മദീനത്തു എന്ന് തന്നെ പറയണം. അതാണ് അതിന്റെ നിയമം. ഒരു നിയമം, അക്കാര്യം ശ്രദ്ധിക്കണം. അപ്പോ അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്ഫിന്റെ ഹർഫുകൾ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അത്ഫിന്റെ ഹർഫുകൾക്ക് മുമ്പ് വന്നേക്കുന്ന ഇസ്മിനെ മഅ്തൂഫ് അലൈഹി എന്നും അത്ഫിന്റെ ഹർഫിന് ശേഷം വന്നേക്കുന്ന ഇസ്മുകളെ മഅ്തൂഫ് എന്നും പറയപ്പെടും. ഇനി മഅ്തൂഫ് ഇത്ബാൽ മഅ്തൂഫ് അലൈഹി ഫിൽ ഇഅ്റാബ്, അതാണ് പ്രധാനമായിട്ട് നമ്മൾ ആ പാഠത്തിൽ പഠിക്കേണ്ടത്. മഅ്തൂഫായ ഇസ്മ മഅ്തൂഫ് അലൈഹിയുടെ ഇഅ്റാബിലായിരിക്കും വരിക. അതായത് മഅ്തൂഫ് എന്ന് പറഞ്ഞാൽ ഏതാ? മക്കത്തു വൽ മദീനത്തു എന്നത് ഉദാഹരണത്തില് മഅ്തൂഫ് ഏതാണ്? മദീനത്തു എന്നാണ് മഅ്തൂഫ്. മദീനത്തു എന്നുള്ളതാണ് മഅ്തൂഫ്. മക്കത്തു എന്നുള്ളത് മഅ്തൂഫ് അലൈഹിയാണ്. മക്കത്തു എന്നുള്ളത് മഅ്തൂഫ് അലൈഹിയാണ്. മദീനത്തു എന്നുള്ളത് മഅ്തൂഫാണ്. അപ്പോ മഅ്തൂഫാകുന്ന മദീന, അതിന്റെ ഇഅ്റാബ് മക്കത്തു എന്ന മഅ്തൂഫ് അലൈഹിയുടെ ഇഅ്റാബാണ്. എന്തുകൊണ്ട്? അവിടെ വാവ് വന്നേക്കുന്നത് കൊണ്ട്. പാഠം മനസ്സിലായോ? ആ പാഠത്തിൽ അത്ഫിന്റെ പാഠമാണ്. അത്ഫിന്റെ ഹർഫുകൾ പഠിക്കണം. പിന്നെ അത്ഫിന്റെ ഹർഫിന് മുമ്പ് വന്നേക്കുന്ന ഇസ്മു മഅ്തൂഫ് അലൈഹിയാണ്. അത്ഫിന്റെ ഹർഫിന് ശേഷം വന്നേക്കുന്ന ഇസ്മു മഅ്തൂഫാണ്. അപ്പൊ അത്ഫിന്റെ ഹർഫിന് ശേഷം വന്നേക്കുന്ന മഅ്തൂഫിന്റെ ഇഅ്റാബ് അത്ഫിന്റെ ഹർഫിന് മുമ്പ് വന്നേക്കുന്ന ഇസ്മിന്റെ ഇഅ്റാബ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉദാഹരണം, ഇസ്തറൈത്തുൽ ഖലമ കണ്ടോ? നഖ്റഉ അൽ അംസലത കിതാബിൽ തന്നെ ഉണ്ട്. തദ്രീബാത്തിൽ ഫസ്റ്റത്തെ ഉദാഹരണം നോക്കിക്കേ. ഇസ്തറൈത്തുൽ ഖലമ വൽ ഖിർതാസ, പേനയും പേപ്പറും ഞാൻ വാങ്ങി. അപ്പോ ഇസ്തറൈത്തുൽ ഖലമ വൽ ഖിർതാസ, കലം എന്നുള്ളത് എന്താണ്? അതിന് കലം എന്നുള്ളത് എന്താണ്? മഅ്തൂഫാണോ മഅ്തൂഫ് അലൈഹി ആണോ? കമന്റ് ചെയ്യാവോ? കലം എന്നുള്ളത് ആദ്യത്തത് എന്താണ്? മഅ്തൂഫാണോ മഅ്തൂഫ് അലൈഹി ആണോ? ആരെയും വന്നില്ലല്ലോ, ആർക്കും മനസ്സിലായില്ല അല്ലേ? അപ്പോ കലം എന്നുള്ളത് മഅ്തൂഫ് അലൈഹി. മാഷാ അല്ലാഹ്, മഅ്തൂഫ് അലൈഹി ആണ്. രണ്ടാമത്തെ വാവിന് ശേഷമുള്ള ഖിർത്താസ് എന്നുള്ളതോ അത് മഅ്തൂഫാണ് അല്ലെ? അപ്പൊ ഒന്നാമത്തെ മഅ്തൂഫ് അലൈഹിയാണ്, രണ്ടാമത്തെ മഅ്തൂഫാണ്. മഅ്തൂഫിന് അതെ അതെ, ഖിർത്താസ് എന്നുള്ളത് മഅ്തൂഫാണ്. മഅ്തൂഫിന്റെ ഇഅ്റാബ് കലമ എന്ന മഅ്തൂഫ് അലൈഹിയുടെ ഇഅ്റാബ് ആയിരിക്കും. അപ്പൊ കലമ എന്നുള്ളത് നിസ്ബാണ്. അതെ, മാഷാ അല്ലാഹ്. ഖിർത്താസ എന്നുള്ളത് മഅ്തൂഫാണ്. കലമ എന്നുള്ളത് മഅ്തൂഫ് അലൈഹിയാണ്. അടുത്തത് ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു. ഖദിമൽ ഹുജ്ജാജു, ഹാജിമാർ വന്നു. ഹത്തൽ മുഷാത്തു, നടന്നു പോകുന്നവർ വരെ വന്നു. നടന്നു പോയവർ വരെ വന്നു. ഫ്ലൈറ്റിൽ പോയവർ മാത്രമല്ല, നടന്നു പോയവരും തിരിച്ചു വന്നു.
ഇവിടെ ഹത്ത എന്നുള്ളതും അത്തുഫിന്റെ ഹർഫാണ്. വാവ് പോലെ തന്നെ ഒരു അത്തുഫിന്റെ ഹർഫാണ് ഹത്തയും. ഖദിമൽ ഹുജ്ജാജു, ഹുജ്ജാജ് എന്നുള്ളത് മഅത്തൂഫ് അലൈഹി ആണ് അല്ലെ? നമുക്കറിയാലോ, ഒന്നാമത്തെ ഇസ്മ എപ്പോഴും എന്തായിരിക്കും? മഅത്തൂഫ് അലൈഹി ആയിരിക്കും. അടുത്ത ഹത്ത എന്നുള്ളത് അത്തുഫിന്റെ ഹർഫാണ്. മുഷാത്തു എന്നുള്ളത് മഅത്തൂഫാണ്, മഅത്തൂഫാണ്, അത്തുഫ് ചെയ്യപ്പെട്ടതാണ്. ഏതിന്റെ മേലാണോ അത്തുഫ് ചെയ്യുന്നത് അതിനെയാണോ അത്തുഫ് മഅത്തൂഫ് അലൈഹി എന്ന് പറയുന്നത്. അപ്പൊ ഖദിമൽ ഹുജ്ജാജു, ഹാജിമാർ വന്നു. ഹത്തൽ മുഷാത്തു എന്നാണ്. ഹത്തൽ മുഷാത്തു, മുഷാത്തി എന്നോ മുഷാത്ത എന്നോ അല്ല, മുഷാത്തു എന്നാണ്. റഫ്ഉ കൊണ്ടാണ്. എന്തുകൊണ്ട്? മഅത്തൂഫ് അലൈഹിക്ക് റഫ്ഉ ആയതുകൊണ്ട്. ഇത്രയാണ് കാര്യം നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. ഹത്തഫിന്റെ ഹർഫുകൾ നമ്മൾ പഠിക്കണം. അത് എന്താണ്? ഔ, വ, ബൽ, ഹത്ത, വഫ, വാവൻ, വലാക്കിൻ, സുമ്മ, അം, ഇമ്മ, വല. ഇതൊക്കെ അത്തഫിന്റെ ഹർഫുകളാണ്. ആ ബൈത്ത് അങ്ങനെ തന്നെ കാണാൻ പഠിക്കണം. ഹുറൂഫ് അത്തഫിൻ ഔ, വബൽ, ഹത്ത, വഫ, വാവും, വലാക്കിൻ, സുമ്മ, അം, ഇമ്മ, വല. അത്തഫിന്റെ ഹർഫുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് ഹർഫിന് മുമ്പുള്ളത് മഅത്തൂഫ് അലൈഹി, മഅത്തൂഫ് അലൈഹിയും ഹർഫിന് ശേഷമുള്ളത് മഅത്തൂഫുമാണ്. പിന്നെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മഅത്തൂഫിന്റെ ഇഅ്റാബ് മഅത്തൂഫ് അലൈഹിയുടെ ഇഅ്റാബ് ആയിരിക്കും. നസ്ബ് ആണെങ്കിൽ നസ്ബ്, റഫ് ആണെങ്കിൽ ഇതിനും റഫ്, ജർ അതിന് ജറാണെങ്കിൽ ഇതിനും ജർ, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് ശ്രമിക്കാം. അടുത്ത പാഠം, പാഠം 6. രണ്ടാമത്തെ പാഠവും 6ാമത്തെ പാഠവും എളുപ്പമാണ്. അൽഹംദുലില്ലാഹ്, മനസ്സിലായി. 6ാമത്തെ പാഠവും എളുപ്പമാണ്. 6ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് മുലാഫ് മുലാഫ് ഇലഹിയെ കുറിച്ചാണ്. അതായത് രണ്ട് ഇസ്മ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ ഇസ്മ മുലാഫ് മുലാഫാണ്, രണ്ടാമത്തെ ഇസ്മ മുലാഫ് ഇലഹിയാണ്. പാഠത്തിന്റെ പേര് കൊണ്ട് നമുക്ക് ആ പാഠം മനസ്സിലാക്കാം. പാഠത്തിന്റെ പേര് കൊണ്ട് പാഠം നമുക്ക് മനസ്സിലാക്കാം. പാഠത്തിന്റെ പേരെന്താ? അൽ ഖുർആനു കലാമുല്ലാഹി അല്ലെ? കലാമുല്ലാഹി, കലാമുല്ലാഹി. നോക്കിയേ, അൽ ഖുർആനു കലാമുല്ലാഹി. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഇവിടെ കലാമുല്ലാഹി എന്നുള്ളത് രണ്ട് ഇസ്മുകളാണ്. കലാമ് എന്നതും ഒരു ഇസ്മാണ്, അള്ളാഹി എന്നുള്ളതും ഒരു ഇസ്മാണ്. ശ്രദ്ധിക്കണേ ഇൻഷാ അല്ലാഹ്. കലാമു എന്നത് ഒരു ഇസ്മാണ്, അള്ളാഹി എന്നുള്ളതും ഒരു ഇസ്മാണ്. ഈ പാഠത്തില് കലാമു എന്നത് എന്താണ്? മുലാഫാണ്. അള്ളാഹി എന്നുള്ളത് മുലാഫ് ഇലൈഹിയാണ്. ഇനി അതിന്റെ നിർവചനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിർവചനം കൊടുത്തിട്ടുണ്ടോ നോക്കാം. രണ്ട് കലിമത്തുകളിൽ നിന്നും രണ്ടാമത്തെ കലിമത്ത് ഒന്നാമത്തെ കലിമത്തിലേക്ക് ചേർക്കപ്പെടുന്നു. ചേർക്കപ്പെടുന്ന ഒന്നാമത്തെ കലിമത്തിനെ മുലാഫ് എന്നും ചേർക്കുന്ന കലിമത്തിനെ മുലാഫ് ഇലൈഹി എന്നും പറയുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാഠത്തില്. മുലാഫും മുലാഫ് ഇലൈഹിയാണ് ഈ 6ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസപ്പെടേണ്ടതില്ല. 6ാമത്തെ പാഠത്തിൽ നമുക്കുള്ളത് മുലാഫ് മുലാഫ് ഇലൈഹിയാണ്. മുലാഫ് മുലാഫ് ഇലൈഹി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, രണ്ട് ഇസ്മുകൾ ഉണ്ടാവും. അതില് രണ്ടാമത്തെ ഇസ്മ മുലാഫ് ഇലൈഹിയും ഒന്നാമത്തെ ഇസ്മ മുലാഫുമായിരിക്കും. രണ്ടാമത്തെ ഇസ്മ മുലാഫ് ഇലൈഹിയും ഒന്നാമത്തെ ഇസ്മ മുലാഫുമാണ്. മുലാഫ് ഇലൈഹിക്ക് ഇഅ്റാബ് ജറുമായിരിക്കും. ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ കസർ, അതായിരിക്കും. ഇതാണ് കലാമുല്ലാഹി, അള്ളാഹുവിന്റെ കലാമ്. ആഖിറുൽ കുത്തുബി, കണ്ടോ, രണ്ടാമത്തെ ഇത് നമുക്ക് തന്നേക്കുന്നത് ആഖിറുൽ കുത്തുബി, അവസാനത്തെ ഗ്രന്ഥം എന്നാണ്. അപ്പൊ ആഖിർ എന്നത് മുലാഫും കുത്തുബി എന്നുള്ളത് മുലാഫ് ഇലൈഹിയുമാണ്. ഇതിലിപ്പോ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്തായിരിക്കും? മുലാഫായിട്ട് ഉദാഹരണങ്ങൾ കൊടുക്കും. ചിലപ്പോ ഈ വിഷയങ്ങൾ വരുന്നത് നമുക്ക് നെൽബത്തുൽ അഷ്കാൽ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാകും. നെൽബത്തുൽ അഷ്കാൽ എന്ന് പറഞ്ഞാൽ ഹർക്കത്തിട്ട് എഴുതാൻ.
ഹർക്കത്തിട്ട് എഴുതാന്ന് പറയുമ്പോൾ നമ്മൾ മുലാഫ് ഇലൈഹിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, റഫ് ഒന്നും കൊടുക്കാൻ പാടില്ല. മുലാഫ് ഇലൈഹി രണ്ടാമത്തെ ഇസ്മിന് എപ്പോഴും ജറായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹർക്കത്തിട്ട് നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ രണ്ട് ഇസ്മു വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, മുലാഫിലേഹി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. മുലാഫിലേഹിക്ക് ജറ് ചെയ്ത് നമ്മൾ കൊടുക്കുക. പിന്നെ ഇത് ഉള്ള ഒരു നിയമം എന്ന് പറഞ്ഞാൽ യുഹദഫു തൻവീനു, തൻവീനിനെ കളയപ്പെടും. മുലാഫിലുള്ള തൻവീനിനെ കളയപ്പെടും. തസ്നിയുടെയും ജംഇന്റെയും നൂനിനെ കളയപ്പെടും. മുലാഫിന്റെ സമയത്ത്, മുലാഫിലേഹിയുടെ സമയത്ത് മുലാഫിൽ വരുന്ന എന്തിനൊക്കെ കളയപ്പെടും? തൻവീനിനെ കളയപ്പെടും. തസ്നിയയുടെ ജംഇന്റെയും നൂനിനെ കളയപ്പെടും. ഉദാഹരണങ്ങള് വലദാ സൈദിൻ, ഇതിനകത്ത് ഞാൻ കാണുന്നില്ല, ഞാൻ ഉദാഹരണം പറയാം. വലദാ സൈദിൻ, ശ്രദ്ധിക്ക്, വലദാ സൈദിൻ, സൈദിന്റെ രണ്ട് കുട്ടി, സൈദിന്റെ രണ്ട് കുട്ടി. വലദാനി എന്നാ വേണ്ടത്, പക്ഷെ ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് നൂന് കളയപ്പെടും. തസ്നിയയുടെ നൂനാണത്. മുസ്ലിമുൽ ഹിന്ദി, മുസ്ലിമുൽ ഹിന്ദി, മുസ്ലിമൂന അൽ ഹിന്ദി എന്നാണ് വേണ്ടത്. ഇലാഫത്തിന്റെ അവസരത്തിൽ നൂനെ കളയപ്പെടും. അപ്പൊ മുസ്ലിമുൽ ഹിന്ദി എന്ന് വരും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇലാഫത്തിന്റെ അവസരത്തിൽ, ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുന്ന സമയത്ത് ചേർക്കപ്പെടുന്ന, ഏതിനേക്കാണ് ചേർക്കുന്നത്, ആ ചേർക്കുന്നതിലുള്ള തൻവീനിനെ കളയപ്പെടും. തസ്നിയയുടെ നൂനിനെ കളയപ്പെടും. ജംഇന്റെ നൂനിനെ കളയപ്പെടും. ഇത് എഴുതി വെക്കണേ. ഇലാഫത്തിന്റെ അവസരത്തിൽ, അതായത് ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുന്ന സമയത്ത് മുലാഫിലുള്ള, മുലാഫി ഇലൈഹി അല്ല, മുലാഫിലുള്ള ഒന്നാമത്തെ ഇസ്മിലുള്ള തൻവീനിനെ കളയപ്പെടും. തസ്നിയയുടെ ജംഇനെ കളയപ്പെടും. തസ്നിയയുടെ നൂനിനെ കളയപ്പെടും. ജംഇന്റെ നൂനിനെ കളയപ്പെടും. ഇത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 6ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ, രണ്ട് കെലിമത്തുകൾ വരുന്നു. അതിൽ രണ്ടാമത്തെ കെലിമത്തിന് ഒന്നാമത്തെ കെലിമത്തിലേക്ക് ചേർക്കുന്നു. ഒന്നാമത്തെ കെലിമത്തിന് മുലാഫി എന്നും രണ്ടാമത്തെ കെലിമത്ത് മുലാഫി ഇലൈഹി എന്നും പറയുന്നു. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. രണ്ട് കെലിമത്തുകൾ, ഒന്നാമത്തെ കെലിമത്ത് എന്താണ്? ഒന്നാമത്തെ കെലിമത്ത് മുലാഫാണ്. രണ്ടാമത്തെ കെലിമത്ത് മുലാഫ് ഇലൈഹിയാണ്. മുലാഫ് ഇലൈഹി കിറാബ് ജറാണ്. മുലാഫ് ഇലൈഹി കിറാബ് ജറാണ്. ഇനി നമ്മൾ മുലാഫിൽ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ഇസ്മിൽ മനസ്സിലാക്കേണ്ടത്, ഇലാഫത്തിന്റെ അവസരത്തിൽ ചേർക്കുന്ന സമയത്ത് തൻവീനിനെ കളയപ്പെടും. തസ്നിയയുടെയും ജംഇന്റെയും നൂനിനെ കളയപ്പെടും. ഈ നിയമം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 6ാമത്തെ പാഠം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത പാഠം നോക്കല്ലേ? 7ാമത്തെ പാഠം ഒന്നും കൂടി പറഞ്ഞു തരുമോ? മനസ്സിലായില്ലേ? അതായത് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതില് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, എന്തൊക്കെയെന്നറിയോ? രണ്ട് ഇസ്മുകൾ തന്നിട്ട് ഇതിൽ മുലാഫ് ഏതാ മുലാഫ് ഇലൈഹി ഏതാ എന്ന് ചോദിക്കും. നിങ്ങൾ പറ, കലാമുല്ലാഹി, അതിൽ മുലാഫ് ഏതാ മുലാഫ് ഇലൈഹി ഏതാ? പറഞ്ഞു നോക്കിയേ. കലാമുല്ലാഹി, അതിൽ മുലാഫ് ഏതാ മുലാഫ് ഇലൈഹി ഏതാ? കലാമ് എന്നത് മുലാഫും അല്ലാഹി എന്നത് മുലാഫ് ഇലൈഹിയുമാണ്. അത്ര മനസ്സിലായോ? അത് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യ്. രണ്ട് ഇസ്മിൽ ഒന്നാമത്തത് മുലാഫും രണ്ടാമത്തത് മുലാഫ് ഇലൈഹിയുമാണ്. അത് മനസ്സിലാക്കിയവർ കമന്റ് ചെയ്യും. ഓക്കെ പറ. ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. യെസ്, ഓക്കെ, യെസ് എന്ന് മാത്രം മതി. അത് മുലാഫ് ഒന്ന് എഴുതണ്ട, ചിലപ്പോൾ അത് പ്രയാസമാവും. യെസ്, ഓക്കെ എന്ന് മാത്രം അടിച്ചിട്ട്. ഓക്കെ. അപ്പൊ അത് മനസ്സിലായല്ലോ? അത് മനസ്സിലായി, അൽഹംദുലില്ലാ. നോക്ക്, അപ്പൊ രണ്ട് ഇസ്മിൽ ഒന്നാമത്തത് മുലാഫും രണ്ടാമത്തെ മുലാഫ് ഇലൈഹിയാണ്. മുലാഫ് ഇലൈഹിക്ക് ഇഅ്റാബ് ജറാണ്. അത് മനസ്സിലായോ? രണ്ടാമത്തെ ഇസ്മിന് എപ്പോഴും ജറായിരിക്കും. അത് മനസ്സിലായെങ്കിൽ ഓക്കെ പറയേ.
ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഒന്നാമത്തെ ഇസ്മു മുലാഫാണ് അല്ലെ. മുലാഫില് തൻവീനിനെ കളയപ്പെടും. തൻവീനിനെ കളയപ്പെടും. അതായത് കലാമുൻ അള്ളാഹി എന്നാണ്. കലാമുൻ അള്ളാഹി എന്നാണ്. കലാമുല്ലാഹി എന്നല്ലേ, അത് കലാമുൻ അള്ളാഹി എന്നാണ്. അപ്പോ ഇലാഫത്തിന്റെ അവസരത്തിൽ എന്ത് തൻവീനെ കളയപ്പെടും. അപ്പൊ കലാമുല്ലാഹി തൻവീൻ, അതായത് മുലാഫിലേഹിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഇസ്മു, അതായത് മുലാഫും മുലാഫിലേഹി മനസ്സിലായല്ലോ, അതിൽ മുലാഫിനെ കുറിച്ചാണ് പറയുന്നത്. മുലാഫിൽ തൻവീൻ ഉണ്ടാവുകയില്ല. കലാമുൻ അള്ളാഹി എന്നല്ല, കലാമുല്ലാഹി എന്നാണ്. കലാമുല്ലാഹി, അത് മനസ്സിലായോ? മുലാഫിലെ തൻവീനിനെ കളയപ്പെടും. അത് മനസ്സിലായവർ ഓക്കെ പറ. മുലാഫിലെ തൻവീനിനെ കളയപ്പെടും. യെസ്, മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് മുലാഫിലുള്ള തസ്നിയ ആണെങ്കിൽ അതിന്റെ നൂനിനെ കളയപ്പെടും, ജംഇന്റെ നൂനിനെയും കളയപ്പെടും. അത് മനസ്സിലായെങ്കിൽ ഓക്കെ പറയാം, മനസ്സിലായെങ്കിൽ മാത്രം. മനസ്സിലായില്ല? മനസ്സിലായി. അതാ മനസ്സിലാക്കി തരാം. അതായത് ഒരു തസ്നിയ ഞാൻ പറയാം. തസ്നിയ എന്ന് പറഞ്ഞാൽ വലദാനി. തസ്നിയ എന്ന് പറഞ്ഞാൽ നോക്ക്, ശ്രദ്ധിച്ചേ. തസ്നിയ ഉദാഹരണം ശ്രദ്ധിക്കേ, അത് ഞാൻ പറഞ്ഞുതരാം. വലദാനി, ഇത് തസ്നിയാണല്ലോ. വലദാനി. സെയ്ദിന്റെ രണ്ട് കുട്ടികൾ എന്ന് പറയണം. സെയ്ദിന്റെ രണ്ട് കുട്ടികൾ എന്ന് പറയുമ്പോൾ വലദാനി എന്ന ഇസ്മിനെയും സെയ്ദ് എന്നതിനെ ഇസ്മിനെയും ചേർക്കണം. ഒരു ഇസ്മിനെ മറ്റു ഇസ്മിലേക്ക് ചേർക്കണം. അതാണല്ലോ ഇദാഫത്ത് എന്ന് പറയുന്നത്. അപ്പൊ വലദാനി എന്നുള്ളത് മുലാഫായിട്ട് വരും, സെയ്ദ് എന്നുള്ളത് മുലാഫിലേഹി ആയിട്ട് വരും. മനസ്സിലായില്ലേ? വലദാനി എന്നുള്ളത് എന്താണ്? ഒന്നാമത്തെ ഇസ്മും മുലാഫും, സെയ്ദ് എന്നുള്ളത് മുലാഫിലേഹിയാണ്. അപ്പൊ ഇത് ചേർക്കുന്ന സമയത്ത് വലദാനി എന്നുള്ളത് നൂനിനെ കളയപ്പെടും. അപ്പൊ വലദാ സൈദിൻ എന്നേ പറയുകയുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? തസ്നിയയുടെ നൂനിനെ കളയപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ പറ. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറ, ഇല്ലെങ്കിൽ ഓക്കെ പറയണ്ട. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനി ഒരു ഉദാഹരണം, ഇതിന് ഞാൻ ഒരു ഹദീസ് പറയട്ടെ. ശ്രദ്ധിച്ചോ. റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹ എന്നൊരു ഹദീസ് ഉണ്ട്. റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹ. സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവും അതിനുള്ളതിനെ കിട്ടുന്നതിനേക്കാളൊക്കെ ഹൈറാണ്. എന്താണ്? റക്അത്താൽ ഫജ്രി, സുബഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖൈറുൻ, അത് ഉത്തമമാണ്, മിനദ് ദുനിയ, ദുനിയാവിനേക്കാളും, വമാ ഫിഹ, ദുനിയാവിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും ഉത്തമമാണ്. അപ്പൊ അതിന്റെ അർത്ഥം കണ്ടോ? റക്അത്താൽ ഫജ്രി, ഫജ്റിന്റെ 2 റക്അത്ത് എന്നാണ്. അപ്പൊ റക്അത്താനീന വേണ്ടത്. അവിടുത്തെ നൂനിനെ കളഞ്ഞു. നമ്മൾ ഹദീസ് വായിക്കുമ്പോ റക്അത്താൽ ഫജ്രീനേ ഉള്ളൂ, അവിടെ നൂൻ ഉണ്ടാവൂല. അപ്പൊ എന്താ നൂൻ ഉണ്ടാകാത്തതെന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, നമ്മൾ പഠിച്ചതാണ്. എന്താണ് കാരണം? അത് മുലാഫാണ്. മുലാഫിന് ഇലാഫത്തിന്റെ അവസരത്തിൽ മുലാഫിലുള്ള നൂനിനെ കളയപ്പെടും, തസ്നിയയുടെ നൂനിനെ കളയപ്പെടും. റക്അത്താനി എന്നാ വേണ്ടത്, അൽ ഫജ്രി. റക്അത്താനി അൽ ഫജ്രി എന്നാ വേണ്ടത്. പക്ഷെ ഇലാഫത്തിന്റെ അവസരത്തിൽ റക്അത്താൽ ഫജ്രി. ഇത്രയും മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ പഠിച്ചു 2 ഇസ്മിൽ ഒന്നാമത്തെ മുലാഫാണ്, രണ്ടാമത്തെ മുലാഫിലേഹിയാണ്. മുലാഫിലേക്ക് ജറാണ്. മുലാഫിന് തൻവീനെ കളയപ്പെടും, തസ്നിയയുടെ നൂനിനെ കളയപ്പെടും, ജംഇന്റെ നൂനിനെ കളയപ്പെടും. ഓക്കെ, അടുത്ത പാഠം, 7ാമത്തെ പാഠം. 7ാമത്തെ പാഠം എന്തുട്ടാ? എന്തിനെ കുറിച്ചാ? ജംഉ മുദക്കർ സാലിമിനെ കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്. ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമും വളരെ എളുപ്പമാണ് പാഠം മനസ്സിലാക്കാൻ കേട്ടോ. 7ാമത്തെ പാഠം, ലിസാനുൽ ഖുർആന്റെ പാഠങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ ഒരു ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രം ഓരോ പാഠത്തിലും കണ്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ അതിന്റെ ഉദാഹരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചോദിച്ച് ഉസ്താദ്മാരുടെ അടുത്ത് മദ്രസയിൽ ചെല്ലുമ്പോൾ ഉസ്താദ്മാരുടെ അടുത്ത് ചോദിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മുസ്ലിമൂന മുസ്ലിമാത്തു, അതായത് 7ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമുമാണ്.
ആദ്യം ജംഉ മുദക്കർ സാലിം നമുക്ക് മനസ്സിലാക്കാം. ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒന്ന് നോക്കാം. മുസ്ലിമൂന. ജംഉ മുദക്കർ സാലിമിന്റെ ഒരു ഉദാഹരണമാണ് മുസ്ലിമൂന എന്നുള്ളത്. വാതിലടക്കട്ടോ, വാതിലടച്ചിട്ട്. മുസ്ലിമൂന എന്നുള്ളത് ജംഉ മുദക്കർ സാലിമിന്റെ ഉദാഹരണമാണ്. സൗണ്ട് കട്ടാവുന്നുണ്ട്, എന്താണെന്നറിയില്ല മോനെ. ക്ലിയർ അല്ലേ? ജംഉ മുദക്കർ സാലിം നോക്ക, കുഴപ്പമില്ല. എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട രൂപം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുസ്ലിമൂന എന്ന ലഫ്ള് ഒക്കെ ഉണ്ട്, പ്രയാസമാണല്ലേ? ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ, ഒഴിവാക്കിയിട്ടുണ്ട്. ജംഉ മുദക്കർ സാലിം, മുസ്ലിമൂന എന്നുള്ളത് ജംഉ മുദക്കർ സാലിമിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി ജംഉ മുദക്കർ സാലിം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം മാ ദല്ല അല അക്സറ മിൻ ഇസ്നൈൻ മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി. ഇതാണ്. ഇപ്പോൾ ഓക്കെ നോക്കൂ, ജംഉ മുദക്കർ സാലിമിന്റെ നിർവചനമാണ് അതിൽ കൊടുത്തേക്കുന്നത്. മാ ദല്ല അല അക്സറ മിൻ ഇസ്നൈൻ മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി. ഏകവചനത്തിന്റെ ലഫ്ളിന് ഒരു തകരാറും പറ്റാത്ത നിലക്ക് തന്നെ രണ്ടിൽ അധികരിച്ചതിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ ഏകവചനം എന്താണ്? മുസ്ലിമൂന എന്നതിന്റെ ഏകവചനം എന്താണ്? മനസ്സിലാക്കി തരാം. മുസ്ലിമൂന എന്നതിന്റെ ഏകവചനം എന്താണ്? മുസ്ലിം എന്നല്ലേ? മുസ്ലിം എന്നാണ്. അപ്പൊ മുസ്ലിം എന്ന ആ ഏകവചനത്തിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് മുസ്ലിമൂന എന്നത് എടുത്തേക്കുന്നത്. സാലിം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, രക്ഷപ്പെട്ടത് എന്നർത്ഥം. എന്താ അവിടെ രക്ഷപ്പെടുന്നത്? ഏകവചനം ഒരു തകരാറുമില്ലാതെ അവിടെ രക്ഷപ്പെട്ടേക്കാണ്. മുസ്ലിം, മുസ്ലിമൂന, അതാണ് സാലിം എന്ന് പറഞ്ഞാൽ. ജംഉ എന്ന് പറഞ്ഞാൽ ബഹുവചനം, മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അത്രയേ ഉള്ളൂ. ജംഉ മുദക്കർ സാലിം, ഇത് മൂന്നിന്റെ അർത്ഥം നമുക്ക് പറയാം. ജംഉ മുദക്കർ സാലിം ആണല്ലോ പാഠത്തിന്റെ പേര്, ജംഉ മുദക്കർ സാലിം. ജംഉ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനം. മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷനെ സൂചിപ്പിക്കുന്നത്. സാലിം എന്ന് പറഞ്ഞാൽ ഏകവചനത്തിന്റെ ലഫ്ളിന് തകരാറില്ലാത്തത്. അപ്പൊ മുസ്ലിം എന്നതിന് മുസ്ലിമൂന എന്നാക്കി. മുസ്ലിമൂന എന്നുള്ളത് എന്തായി? ജംഉ മുദക്കർ സാലിമായി. മനസ്സിലായോ എന്താ ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ? ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ ഏകവചനത്തിന് വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത നിലയിൽ തന്നെ രണ്ടിലധികമുള്ള ആണുങ്ങളെ സൂചിപ്പിക്കുന്നതിനെയാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ജംഉ മുദക്കർ സാലിം മനസ്സിലായോ? യെസ്, ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ ജംഉ മുദക്കർ സാലിം ഉണ്ടാക്കുന്നത് മുസ്ലിമൂന എന്നത് വാവും നൂനും അല്ലെങ്കിൽ യാഉം നൂനും ചേർത്തിട്ടാണ് ജംഉ മുദക്കർ സാലിം ഉണ്ടാക്കുന്നത്. മുസ്ലിമൂന, മുസ്ലിമീന, അതായത് റഫിന്റെ അവസരത്തിൽ മുസ്ലിമൂന എന്ന് പറയും, ജറിന്റെയും നസ്ബിന്റെയും അവസരത്തിൽ മുസ്ലിമീന എന്ന് പറയും. അപ്പോ യുർഫഉ ബിൽ വാവി, വാവ് കൊണ്ടാണ് റഫ്, ജറും നസ്ബും യാ കൊണ്ടാണ്. മനസ്സിലാക്കി കാണും. മുസ്ലിമൂന എന്നത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റഫിന്റെ അവസരത്തിലാണ് മുസ്ലിമൂന പറയുക, കാരണം വാവ് കൊണ്ടാണ് റഫ്. മുസ്ലിമീന എന്ന് പറയുന്നത് ജറിന്റെയും നസ്ബിന്റെയും അവസരത്തിലാണ്, കാരണം യാ കൊണ്ടാണ് ജറും നസ്ബും ഉള്ളത് ജംഉ മുദക്കർ സാലിമിന്. ജംഉ മുദക്കർ സാലിമിന്റെ ഭാഗം ശരിയായെങ്കിൽ നമുക്ക് ജംഉ മുഅന്നസ് സാലിമിലേക്ക് വരാം. ജംഉ മുദക്കർ സാലിം മനസ്സിലായോ? ഓക്കെ പറയൂ. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയൂ. ഓക്കെ. ഇനി ജംഉ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിം അങ്ങനെ തന്നെയാണ്. എന്താണ് അവിടെ? മുദക്കർ എന്നിടത്ത് മുഅന്നസ് വന്നിട്ടുള്ളൂ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മുദക്കർ എന്നിടത്ത് മുഅന്നസ് വന്നിട്ടുള്ളൂ. മുഅന്നസ് എന്ന് പറയുമ്പോൾ സ്ത്രീയെ സംബന്ധിക്കുന്നത് അല്ലെ? അപ്പൊ നോക്കൂ,
ജംഅ് മുഅന്നസ് സാലിം, ജംഅ് ബഹുവചനം, മുഅന്നസ് സ്ത്രീയെ സൂചിപ്പിക്കുന്നത്, സാലിം ആ ലഫ്ദിൽ മുഫ്രദിന്റെ ഏകവചനത്തിന്റെ ലഫ്ദ് രക്ഷപ്പെട്ടിരിക്കും. ഉദാഹരണം മുസ്ലിമാത്തുൻ, കണ്ടോ? മുസ്ലിമാത്തുൻ, മുസ്ലിം എന്നാണ് ഏകവചനം. അതിനെ ബഹുവചനമാക്കുമ്പോ ജമു മുഅന്നസ് സാലിമാക്കുമ്പോ അലിഫും താവും അധികരിപ്പിച്ചു കൊടുക്കണം. മുസ്ലിമാത്തുൻ. ജമു മുഅന്നസ് സാലിം അത്രയേ ഉള്ളൂ. എന്താണ് ജമു മുഅന്നസ് സാലിം? അലിഫും താവും അധികരിപ്പിച്ചിട്ട് ഏകവചനത്തിന്റെ ലഫ്ദിന് തകരാറില്ലാത്ത നിലയിൽ, വ്യത്യാസമില്ലാത്ത നിലയിൽ സ്ത്രീ ലിംഗത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനം, ഇതിനെയാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നിർവചനം ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഞാൻ വായിച്ചർത്ഥം പറയാം, അതുപോലെ നിങ്ങൾ പഠിച്ചാൽ മതി. മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദത്തൈനി അലാ മുഫ്രദിഹി, അതാണ് ഏകവചനത്തിനേക്കാളും കൂടുതൽ അലിഫും താവും അധികരിപ്പിച്ച ജംഇനെയാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏകവചനത്തിനേക്കാളും അലിഫും താവും അധികരിപ്പിച്ച നിലയിലുള്ള ജംഇനെയാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ജംഅ് മുഅന്നസ് സാലിമിന് എടുക്കാൻ അലിഫും താവും മാത്രമേ ഉള്ളൂ. ജംഅ് മുദക്കർ സാലിമിന് എടുക്കാൻ വാവും നൂനും ഉണ്ട്, യാഉം നൂനും ഉണ്ട്. അത് റഫ്ഇന്റെയും ജസ്റിന്റെയും നസ്ബിന്റെയും അവസരത്തിലാണ് വ്യത്യാസം വരുന്നത്. പക്ഷെ ജംഅ് മുഅന്നസ് സാലിമിന്റെ അവസരത്തിൽ അങ്ങനത്തെ വ്യത്യാസമില്ല, അലിഫും താവും തന്നെയാണ് എപ്പോഴും ഉള്ളത്. പക്ഷെ അതില് മുസ്ലിമാത്തുൻ എന്നുള്ളത് റഫ്അ് ലമ്മത്ത് കൊണ്ടാണ് റഫ്അ് വരുന്നത്. യുജറു ബിൽ കസറത്തി, നസ്ബും ജറും കസറത്ത് കൊണ്ടാണ്, ജറും നസ്ബും കസറത്ത് കൊണ്ടാണ് ഇഅ്റാബ് വരുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലായോ? ജംഅ് മുദക്കർ സാലിം എന്താണെന്നും അതിന്റെ ഇഅ്റാബ് എന്താണെന്നും പഠിക്കുക. ജംഅ് മുഅന്നസ് സാലിം എന്താണെന്നും അതിന്റെ ഇഅ്റാബ് എന്താണെന്നും പഠിക്കുക. അതായത് 7ാമത്തെ പാഠത്തിൽ നമ്മൾ റിവിഷൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് 7ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ജംഅ് മുദക്കർ സാലിം, അതിന്റെ നിർവചനം പഠിക്കണം. ഉസ്താദ്മാരുടെ ചോദിച്ച് പഠിക്കണം, മനസ്സിലായിട്ടില്ലെങ്കിൽ. പിന്നെ അതിന്റെ ഇഅ്റാബ് എന്താണെന്നും പഠിക്കണം. മനസ്സിലായില്ല? എന്താ മനസ്സിലാകാത്ത? രണ്ടാമത് പറഞ്ഞാണോ മനസ്സിലാകാത്ത? അമീൻ പെയ്യൂ, രണ്ടാമത് പറഞ്ഞാണോ അവന് മനസ്സിലാകാത്തത്? ജംഅ് മുഅന്നസ് സാലിമിനെ കുറിച്ചാണോ മനസ്സിലാക്കേണ്ടത്? അമീൻ രണ്ടാമത് പറഞ്ഞത്, അതായത് രണ്ടാമത് പറഞ്ഞത് ജംഅ് മുഅന്നസ് സാലിം, അതായത് സ്ത്രീയെ സംബന്ധിക്കുന്ന ജംഅ് ആണത്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജംഅ് മുഅന്നസ് സാലിം. ജംഅ് മുഅന്നസ് സാലിം എന്താണെന്ന് ആദ്യം പഠിക്കുക. അതെന്താണ്? ഏകവചനത്തിനേക്കാളും കൂടുതൽ അലിഫും താവും അധികരിപ്പിച്ച നിലയിൽ ബഹുവചനം ആക്കി തീർക്കുന്നതിനെയാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. എല്ലാം മനസ്സിലായി? മാഷാ അല്ലാഹ്. നോക്ക്, ഏകവചനത്തിനേക്കാളും കൂടുതൽ അലിഫും താവും അധികരിപ്പിച്ചിട്ടുള്ള ജംഅ്, അതിനാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഇഅ്റാബാണ് നമ്മൾ പഠിക്കേണ്ടത്. ലമ്മത്ത് കൊണ്ട് റഫ്ഉം, നസ്ബും ജറും കസറത്ത് കൊണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ജാഅത്തിൽ മുസ്ലിമാത്തു, മുസ്ലിം പെണ്ണുങ്ങൾ വന്നു. അപ്പൊ ജാഅത്തിൽ മുസ്ലിമാത്തു, മുസ്ലിം പെണ്ണുങ്ങൾ വന്നു, അവിടെ റഫ്ഇന്റെ അവസരത്തിലാണ്. അപ്പോ ജാഅത്തിൽ മുസ്ലിമാത്തു എന്ന് പറയും, മുസ്ലിമാത്തു എന്ന് പറയാം. ഞാൻ മുസ്ലിം പെണ്ണുങ്ങളെ കണ്ടു, റഅയ്തുൽ മുസ്ലിമാത്തി, എങ്ങനെ പറയാ? റഅയ്തുൽ മുസ്ലിമാത്തി, മുസ്ലിം പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. ഇത് നമ്മൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അലിഫും താവും അധികരിപ്പിച്ചതിനെയാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. അതിന്റെ ഇഅ്റാബ് ലമ്മത്ത് കൊണ്ടാണ് റഫ്അ്, ജറും നസ്ബും കസറത്ത് കൊണ്ടാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത്രയും കാര്യങ്ങൾ അതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ ഞാൻ ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ജംഅ് മുദക്കർ സാലിം എന്താണെന്ന് പഠിക്കണം, ജംഅ് മുഅന്നസ് സാലിം എന്താണെന്ന് പഠിക്കണം, അതിന്റെ ഇഅ്റാബ് പഠിക്കണം. അത്ര തന്നെ 7ാമത്തെ പാഠം. ഇനി 8ാമത്തെ പാഠം. മൊത്തം എത്ര പാഠമുള്ളത്? 11 പാഠമുള്ളത്. 8ാമത്തെ പാഠം ഇന്ന് എടുക്കണോ? 8, 9, 10, 11. ഇനി ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്
അടുത്ത പാഠം ഇനി എടുക്കണോ വേണ്ടെന്ന് നിങ്ങൾ പറയുക. കാരണം ഇപ്പൊ നമ്മള് മുലാഫ് മുലാഫിലേഹിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ജമ മുദക്കർ ജമ മുഅന്നസ് സാലിമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാ, ഇരുന്ന് ശരിക്കും പഠിക്കണം. ഏതൊക്കെ പാഠങ്ങളാണ് പഠിച്ചത്? അത്ഫിന്റെ ഹർഫിനെ കുറിച്ച് പഠിച്ചു, അത്ഫിന്റെ ഹർഫിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഓക്കെ വേണ്ട, അത്ഫിന്റെ ഹർഫിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ജമ മുദക്കർ സാലിം ജമ മുഅന്നസ് സാലിമിനെ കുറിച്ച് പഠിച്ചു. മുലാഫ് മുലാഫിലേഹിയെ കുറിച്ച് പഠിച്ചു. ഇൻഷാ അല്ലാഹ് നാളെ എടുക്കാം. നാളെ 9:15 ഇൻഷാ അല്ലാഹ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ചെല്ലുമ്പോൾ ഉസ്താദ്മാരുടെ അടുത്ത് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ പറഞ്ഞു തരാം. എൻ്റെ കമന്റ് ബോക്സിൽ എടുത്തോളാം. ഉസ്താദ് തീരുമാനം എടുത്തോളൂ. ഇൻഷാ അല്ലാഹ് നാളെ എടുക്കാം. കാരണം പ്രയാസമാകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കാമല്ലോ, സമയമുണ്ടല്ലോ. നാളത്തെയും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് തീർക്കാം. ഇനി വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. ശരി. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയൊക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നല്ല രീതിയിലുള്ള വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് എത്രാം ക്ലാസ്സിലെ റിവിഷനാണ്? 7ാം ക്ലാസ്സിലെ റിവിഷനാണ്. 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനാണ്. എല്ലാവരും വിജയിപ്പിക്കട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഇൻഷാ അല്ലാഹ്. എൻ്റെ നമ്പർ യൂട്യൂബിൽ ചാനലിൽ ഉണ്ടാവും. അത് എത്രാം ക്ലാസ്സിലെ ഏതെങ്കിലും വിഷയം വേണമെങ്കിൽ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. മദീന മീഡിയയിലെ ഏതെങ്കിലും ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. അതിൽ നോക്കിയിട്ട് ഏതെങ്കിലും ക്ലാസ്സിൽ എടുക്കണമെങ്കിൽ നമുക്കത് ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് എടുക്കാം. 10ാം ക്ലാസ്സിൽ വേണമെങ്കിൽ 10ാം ക്ലാസ്സിൽ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.